ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് മാറി നിന്നിട്ട് അമ്പലത്തിൽ പാട്ട് വെച്ചോട്ട് ആ പാട്ടിന് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും യൂട്യൂബിൽ. അപ്പോൾ നമുക്ക് ഈ 2 ദിവസമായിട്ട് ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ദിവസത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ. ബട്ട് ഇന്ന് നല്ല പെയിന്. ഞാൻ കുറേ നേരം ഉറങ്ങി. ഞാൻ രാവിലെ കിടന്ന് ഒരു ഉച്ചക്കായപ്പോഴാണ് നീച്ച്. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, നന്നായിട്ട് ടീത്ത് പെയിൻ നന്നായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അവിടെ ഈ ഭാഗത്തായിട്ട് നന്നായിട്ട് കവിള് വീങ്ങി വരുന്നുണ്ടോയെന്ന് ഇപ്പോൾ ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നാളെ ആശുപത്രിയിൽ പോയി കാണിക്കുക വേണം. അപ്പോൾ ഇന്നത്തെ ഷൂട്ടും മുടങ്ങി. എനിക്കെന്തോ മരിയപ്പെട്ടു. അന്ന് അത്രയ്ക്ക് പ്ലാൻഡായിട്ട് ഷൂട്ടൊക്കെ ഞങ്ങൾ ഉറപ്പിച്ച് വെച്ച് ഷൂട്ട് നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാനതാണ് അങ്ങോട്ട് പോകാത്ത. അവിടെ പോയി കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ പാട്ട് വെച്ചുകൊണ്ട് പാട്ടുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് മുടങ്ങിട്ടോ. അത് നമുക്ക് നാളെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നാളെ ഒന്ന് ആശുപത്രിയിലൊന്ന് കാണിക്കട്ടെ. അതിൻ്റെ ശേഷം ബാക്കി ഇന്നൊക്കെ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു ഞാനൊക്കെ അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്നത്. ബട്ട് അത് ഷൂട്ട് ചെയ്യാൻ ഇന്നായിരുന്നു ഡേറ്റ്. ഇന്നത്തെ ഡേറ്റിലായിരുന്നു ഷൂട്ട് ചെയ്യാൻ വെച്ചത്. ഓരോ ഷൂട്ടാക്കി വെച്ചതായിരുന്നു. ബട്ട് ഇന്നത്തെ ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല. നന്നായിട്ട് പെയിൻ ഉണ്ട്. എന്താ ചെയ്യുക, അപ്പോൾ നമുക്ക് നാളെ ആയിട്ട് ആ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ ഷൂട്ടായിട്ട് കൊണ്ടുപോകണോണ്ട് നമുക്ക് വേമേ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഇതിൽ നമ്മളിതിപ്പോൾ കുറച്ചും കൂടി റീച്ച് ആവണം കൂടി ഉണ്ട്. അതിനെക്കൊണ്ട് കുറച്ചും കൂടി റീച്ച് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതുപോലുള്ള ഫുൾ വീഡിയോസ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും ആശുപത്രിയിൽ പോകണം. അപ്പോൾ ഈ ഷൂട്ട് ഇന്നത്തെ വീഡിയോ മറ്റന്നാളായിട്ട് നിങ്ങളേക്ക് എത്തുന്ന കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തായാലും ചാനലിലൊരു വീഡിയോ ഇടാതെ ഇരിക്കണില്ല. നിങ്ങളെന്തായാലും പോയിട്ട് ഞാൻ നല്ലൊരു മഴയത്ത് ചെറുതായിട്ട് അർമാദിച്ച വീഡിയോ ഉണ്ട്, ഒന്ന് കണ്ടിട്ട് പോയി. എന്തായാലും ഈ വീഡിയോ അങ്ങനെയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവരും റെഡി ആക്കാം കേട്ടോ. ഇന്നത്തെ ഷൂട്ടൊക്കെ മുടങ്ങി, നന്നായിട്ട് പെയിൻ ഉണ്ട്. ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ഷൂട്ടൊക്കെ മുടങ്ങിട്ടോ. എന്താ ചെയ്യാനായി, നമ്മൾ നല്ലപോലെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് മുന്നിലുണ്ടാവും. അപ്പം നാളെ എന്തായാലും ആശുപത്രിയിലൊക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ ആ വ്ളോഗും കൂടി കണ്ടിട്ട് ഞാൻ എൻ്റെ ചെയ്യാം കേട്ടോ. ഞാനത് മഴയത്ത് കുളിച്ചിട്ടോ. വലിയ മഴ കൂടെ ഞാൻ ക്യാമറ ഇന്ന് അടുപ്പിക്കുന്നില്ല. ക്യാമറ അങ്ങോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, ഫോൺ അടിച്ചു പോകും. ഇതിൻ്റെ ഫോൺ തുള്ളി വെള്ളമായി കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു കൊണ്ടാട്ടോ. അതൊക്കെ പെരും മഴ കേട്ടോ. നല്ല വൈബാണ് കേട്ടോ മഴയൊക്കെ പോയി. പക്ഷേ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഇടിയും മിന്നലൊക്കെ ഇട്ട് ഓരോരുത്തരും മരിക്കുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ നിൽക്കുക. അതുകൊണ്ടൊക്കെ തുണിയൊക്കെ ഒന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. നല്ല തണുപ്പ്, നല്ല മഴ. ക്യാമറ അവിടെയൊക്കെ കാരണം വേറെ ഒന്നുമില്ല. ഞാൻ വന്നാലും ഫോണിൽ ഇതേമാതിരി നാള് മഴയില്ല, വെള്ളം ചെറുതായിട്ടായിട്ടൊരു മൈക്ക് പോയില്ലേ. അപ്പോൾ ആ മൈക്ക് നന്നാക്കാൻ എൻ്റെ അടുത്ത് അന്ന് പൈസ ചിലവായതിന് 330 റുപ്യാണ്. ഇത് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടാവും. ക്ലിയറല്ലേ? ഫുള്ള് നനഞ്ഞിട്ടോ മഴയത്ത് വെറുതെ ഇറങ്ങി കളിക്കണേ. ഫോണ് വെള്ളമായി കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ വ്ളോഗൊക്കെ അവിടെ നിൽക്കിട്ടോ. കാരണം വേറെ ഈ ഫോണ് പെട്ടെന്ന് വെള്ളമായി കഴിഞ്ഞാലേ രക്ഷയില്ലാത്ത മഴ. അങ്ങനെയൊന്നും ആവർത്തിക്കാതെ ഇരിക്കുക. കാരണം ഓരോരുത്തരും മിന്നലായിട്ട് മരിക്കുന്നുണ്ട്. മിന്നലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിയെടുക്കുന്നത്. അയ്യോ, എൻ്റെ ഫോണിപ്പോൾ ഔട്ടാവും ചിലപ്പോൾ. എൻ്റെ ഫോണിൽ കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു പോകും കേട്ടോ. ഈ മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാതിരിക്കാൻ തോന്നില്ല. ഈ സമയത്തൊക്കെയാണ് ഒരു വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേമാതിരി ഒരു ലോങ് ട്രിപ്പൊക്കെ ഈ മഴയത്താണ് പോവുക. വൈബാവും. അത് വേറൊരു വൈബ് തന്നെ കേട്ടോ. ഞാനിപ്പോൾ ഒരു നല്ല ക്യാമറ, വാട്ടർ പ്രൂഫ് ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ മഴേൻ്റെ വ്ളോഗൊക്കെ എടുത്ത് തരുമല്ലോ. പക്ഷെ നമുക്ക് അതിനുള്ള ഇതില്ല. അതില ഫീച്ചറിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല നല്ല ഗോപ്രോ കാര്യങ്ങളൊക്കെ ഇറക്കാം. ഹോസ്റ്റലിൽ വിളിക്കാൻ പോയതാണ്. ഞാനിതേ ഇവിടെ കുളിച്ച് ഇപ്പോൾ തന്നെ. ഇനി വിളിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഫോണൊന്ന് മാറ്റി വെച്ചാൽ ഇപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കണ്ടമാനം വെള്ളം ഉണ്ടാകും. അപ്പോൾ ഗൈസ് നനഞ്ഞ് കുതിർന്ന് നിൽക്കാം കേട്ടോ. നല്ല മഴ ഉണ്ടാ. പിന്നെ എന്തായാലും ഞാൻ നനഞ്ഞതായിരുന്നു. കുളിക്കാൻ പോവുമായിരുന്നു. അശ്വിനിതേ അവിടെ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നനയായിരുന്നു. അങ്ങനെ നനയാന്നുള്ള ഇതിൽ ഇറങ്ങിയതാട്ടോ.
ബട്ട് ഫോൺ ഇറക്കാൻ പറ്റില്ല, അറിയാലോ. എൻ്റെ ഫോൺ ഒരു തുള്ളി വെള്ളമായി കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു പോകുന്നത്. അതാണ് കൊല്ലമേരി ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. മഴയും മിന്നലും കൂടി വന്നെങ്കിൽ പെടും. മിന്നലടിച്ച് കുറേ ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇതിൻ്റെ മൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കണ്ടല്ലേ, മിന്നലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെന്തായാലും ഇതാകില്ല. മിന്നലുണ്ടെങ്കിൽ കയറുക. മിന്നലില്ല, മഴ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഓരോ പ്രഹാസനങ്ങൾ കാട്ടിക്കൂട്ടുക. ഇതന്നെ നമ്മളെ പരിപാടി. അപ്പോൾ നനഞ്ഞ് കുളിഞ്ഞ് കയറുക. പക്ഷേ നനഞ്ഞ് കുളിഞ്ഞ് കയറുന്നു, നനഞ്ഞ് കുതിർന്ന് നിൽക്കുക കേട്ടോ. ഈ സമയത്തൊക്കെ ഒരു വണ്ടി ഇട്ടുണ്ടെങ്കിൽ ആലോചിക്കുക, ഈ മഴയത്ത് വൈബാട്ടോ വണ്ടി കെട്ട് പോകാൻ. കാണുണ്ടാവുന്നെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ഇവിടെ ഒന്നാകെ ഇരുണ്ട് മൂടിട്ടോ. ടൈം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ടൈം 5:24 ആയപ്പോഴേക്കിനും ഒന്നാകെ ഇരുണ്ട് മൂടി. എപ്പോഴാണ് അമ്പലത്തിൽ പാട്ടൊക്കെ. ഈ നേരത്താണ് ഞങ്ങൾ ക്രിക്കറ്റ് കളി നിർത്തൽ. കാരണം അമ്പലത്തിൽ ഇപ്പോൾ പൂജാരി കണ്ടു. പൂജാരി വരുന്ന സമയത്താണ് ഞങ്ങൾ ക്രിക്കറ്റ് കളി നിർത്തൽ. അപ്പോഴും ഇത്ര ഇരുണ്ട് മൂടിയിട്ടില്ല. ബട്ട് ഇപ്പോൾ ഇരുണ്ട് മൂടി ഗൈസ്. നമ്മൾ ആ നേരത്തെ കളി നിർത്തി വരുമ്പോൾ ഇങ്ങനെ ഇരുണ്ട് മൂടില്ല, നല്ല വെളിച്ചം ഉണ്ടാവേണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നല്ല ഇരുണ്ട് മൂടിട്ടോ. സീൻ നല്ല മഴ. കുറേ കാലത്തിന് ശേഷം ഒരു മഴ കിട്ടണോണ്ട് ഞാൻ ഞാൻ രാവിലെ എണീച്ചൊരു വ്ളോഗ് ഉണ്ടായിരുന്നു. നല്ല മഴയായിട്ട് ആ സമയത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ഇറക്കാനും പറ്റിയില്ല. ക്യാമറ അത്രയും മോശം തന്നെ പറയാം. ക്യാമറ ക്വാളിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫോണിൻ്റെ അവസ്ഥയാണ്. വാട്ടർ പ്രൂഫ് അല്ല. ഒരു തുള്ളി വെള്ളമായി കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു കൂട്ടും. മൈക്ക് നാളെ ഞാൻ നന്നാക്കിയതേ ഉള്ളൂ. ഒരു തുള്ളി വെള്ളമായിട്ടുള്ള കേസ്. ഞാൻ വെക്കണോടത്ത് തുള്ളി വെള്ളം ഉണ്ടായിരുന്നു. അതിൽ ചെറുതായിട്ടൊന്ന് കയറിയപ്പോഴേനും മൈക്ക് അടിച്ചു പോയി. ഞാൻ 350 ഉറുപ്പികയാണ് ഇത് നന്നാക്കാൻ കൊടുത്തത്. അപ്പോൾ നമ്മളിനി നല്ല നല്ല ക്യാമറാസൊക്കെ എടുത്ത് അതേമാതിരി നല്ല സമയത്തൊക്കെ നമ്മൾ വരുന്നതാണ് കേട്ടോ. ഒരു രീതിയിൽ കറണ്ട് വരുന്നത് തോന്നുന്നില്ല കേട്ടോ. കറണ്ട് ഫുള്ളായിട്ട് പോയി ഒരു രീതിയിൽ കറണ്ട് വരുന്നു തോന്നുന്നില്ല. കാരണം ഉച്ചയ്ക്ക് കറണ്ട് പോക്കുണ്ട് എന്തോ വിളിച്ചപ്പോൾ പറഞ്ഞ് ലൈനും എന്തോ മരം എന്തോ ഒടിഞ്ഞ് വീണെന്ന്. ബട്ട് ഇപ്പോൾ മഴ ചെയ്തിട്ട് ഇനി ഇപ്പോൾ കറണ്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ നാളെ രാവിലെ നോക്കിയാൽ മതി എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബട്ട് തണുപ്പുണ്ടായാൽ മതി തന്നെ, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാനും കൂടി പറ്റില്ല. ആ ചൂട് ഇത്രയും മഴ ചെയ്തിട്ട് സെൻസൈഡും അടിക്കുമ്പോഴും ടെറസുമ്മനെ അടിക്കുമ്പോഴും അതിൻ്റെ ചൂട് അകത്തേക്കാണ് വരുന്നത്. അപ്പോൾ ആ ചൂട് വന്നെങ്കിൽ അതിന് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ നല്ല മിന്നലാട്ടോ. പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, സേഫായിരിക്കുക നിങ്ങൾ പരമാവധി. വീട്ടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ഞാൻ ഇപ്പോൾ കാട്ടിക്കൂട്ടിയ കാര്യം, ഞാൻ ഇപ്പോൾ കാട്ടിക്കൂട്ടിയത് മിന്നലുള്ള സമയത്തല്ലേ. ഞാൻ ഇപ്പോൾ മഴ മാത്രം പെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഇറങ്ങിയത്. ആരും മിന്നലുള്ള സമയത്ത് ഇതേമാതിരി ഇറങ്ങാതിരിക്കുക, സേഫായിരിക്കുക വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. ഇനി സ്കൂളൊക്കെ തുറക്കുന്നതാണ്, ആവശ്യമില്ലാത്ത നമ്മൾ തന്നെ ഉണ്ടാക്കി വരുത്താതിരിക്കുക. അപ്പോൾ പരമാവധി നിങ്ങൾ സേഫായിട്ടിരിക്കുക, വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. മഴ വരുമ്പോൾ നമ്മളൊക്കെ ഞാൻ ഇറങ്ങിയ മാതിരിയൊക്കെ ഇറങ്ങാൻ തോന്നും. ബട്ട് മഴ മാത്രമാണ് ഈ സീനില്ല കഴിച്ച്. പക്ഷേ അതേമാതിരി മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ പെടും നമ്മൾ. ഓരോരുത്തരും ഇപ്പം മരിക്കണ ന്യൂസൊക്കെയാണ് വാർത്തകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേമാതിരി ഇറങ്ങാതിരിക്കുക പരമാവധി. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ നിന്നോട്ട് നോക്കിയേ. ഇടി വെട്ടിയ ശബ്ദമാട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. ഞാൻ നിന്നോട്ട് നോക്കിയേ. ഫുൾ ഗൈസ് മിന്നൽ, ഗൈസ് ഭയങ്കര മിന്നൽ. ഞാൻ നിന്നോട്ട് നോക്കിയാൽ ഫുള്ള് നനഞ്ഞിട്ടോ. ഒരു വെള്ളപ്പൊക്കം വന്ന മാതിരി ഇത് കൂടെ വെള്ളം പോയി, ഇത് കൂടെ വന്നിട്ടോ. അയ്യോ, വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ മേത്തും ഞാൻ നനഞ്ഞീണ് ഗൈസ്. ഇതൊന്നും ഇറ്റെന്താട്ടോ. ഞാൻ നനഞ്ഞതിന് ഇറ്റെന്താണ്. ഇങ്ങോട്ടൊക്കെ ഇവിടെ നാല വെള്ളം വന്നിട്ട് ഓ ഒരു പ്രതീക്ഷിക്കാത്ത മിന്നലായിട്ട്. ഇത് ഇടിയാട്ടോ ഇപ്പോൾ കേട്ടത്. ഇത് പന്താട്ടോ, ഞങ്ങൾ ക്രിക്കറ്റ് പന്താണ്. അതാണ് ഇവിടെ വേറെ ഒന്നുമില്ല. അതോടെ ഇവിടെ വെള്ളം ഫുള്ളായിട്ടോ, വെള്ളം ഫുള്ള് നിറഞ്ഞു. ഇവിടെ ഇറ്റിൻ്റെ മേത്തുനിന്ന് ഇറ്റിറ്റ് ആയതാട്ടോ. ഇവിടെ ഇതേ വെള്ളം ഇത് ഫുള്ള് വെള്ളമാവും. ഇവിടെ അകത്തേക്ക് വെള്ളം കയറ്റാതിരിക്കുക. പിന്നെ അവിടെ തുറച്ചാലും ഉണങ്ങാൻ പാടാണ്. കരണ്ടും കൂടി ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഇവിടെ അധികം നേരം കൊലായി ചെന്ന് ചിലപ്പോൾ ഞാൻ നാളെ എൻ്റെ മരണവാർത്തയാവും വരിക. കേട്ടല്ലോ, ഇടീൻ്റെ ശബ്ദമായിട്ടത്. നാളെ ഞാൻ ഇനി എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മരണവാർത്തയാവും വരിക. കാരണം ഞാൻ ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുക. കുറച്ചിങ്ങോട്ട് കയറിക്കന്താട്ടോ നല്ലത്, കുറച്ചിങ്ങോട്ട് കയറി കേട്ടോ. കാരണം വേറെ നല്ല മിന്നൽ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. മഴ ഇപ്പം ഒന്ന് കുറഞ്ഞ്, പക്ഷേ ഇടി നല്ല രീതിയിലിട്ട്.
നമുക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നല്ല രീതിക്ക് ഇടി വെട്ടുന്നുണ്ട് കേട്ടോ, മിന്നലും ഉണ്ട് അതിനനുസരിച്ചിട്ട്. പിന്നെ വെറുതെ പുറത്തിറങ്ങിയിട്ട് ലാസ്റ്റ് നാളെ ബ്ലോഗർ അഭിനവ് CPക്ക് ആദരാഞ്ജലികൾ എന്നുണ്ട്. കണ്ണൂസിൽ മിന്നലേറ്റ് 17 വയസ്സുകാരൻ മരണപ്പെട്ടു. അതായത് മലപ്പുറത്ത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അഭിനവ് CP പറഞ്ഞത്. അങ്ങനത്തെ വാർത്ത കേൾക്കാൻ ഇടയാവും ഗൈസ്. അങ്ങനത്തെ വാർത്ത ഞാൻ ഒന്നും കൂടി റീച്ച് ആവുന്ന പറയാം. അയ്യോ, എന്തൊക്കെ പൊട്ടത്തരാണ് ഞാൻ പറയണമെന്ന് നിങ്ങൾ ചിന്തിക്കും. എനിക്കറിയാം, നിങ്ങളത് ചിന്തിക്കൂ. മരണം ഇതൊന്നൊക്കെ മിന്നലടിച്ച് മരിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ന്യൂസിൽ വരും. ന്യൂസിൽ വന്നാൽ ഞാൻ റീച്ച് ആകും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ഒന്നല്ല, മരിക്കണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. വലിയ മുന്നേ ഞാൻ ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ചാനലൊന്ന് റീച്ച് ആക്കി എടുക്കുക, അതാണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. 500 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ നല്ല മഴ കേട്ടോ. ഈ മഴ പെയ്താൽ മതി, പക്ഷേ ഇടിയും മിന്നലും ഇല്ലാതെ നല്ല മഴയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നല്ല വ്ളോഗൊക്കെ എടുക്കാൻ നല്ല രസമായത്. ബട്ട് എൻ്റെ വ്ളോഗ് കോളായി എന്ന് തന്നെ പറയാം. ഇടി ഒന്ന് പോയി തരുമോ? എന്തിനാണ് മഴ? നല്ല രീതിക്ക് മഴ കിട്ടും. എല്ലാവരും സേഫായിരിക്കുക വീട്ടിൽ. എനിക്ക് ക്യാമറയിൽ കിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ നല്ല ഒരു എന്താ പറയുക, ഫോട്ടോ എടുക്കണ സമയത്ത് സ്റ്റുഡിയോയിൽ ലൈറ്റ് ബ്ലിങ്കായിട്ട് വരുന്ന മാതിരി തന്നെ നല്ല രീതിക്ക് വരുന്നുണ്ട് മിന്നൽ. ക്യാമറയിൽ കിട്ടില്ല കേട്ടോ. ഇതാ ഇപ്പം മിന്നൽ അടിച്ചിട്ടോളൂ, അതും കിട്ടിയില്ല ക്യാമറയിൽ. അപ്പോൾ ഓക്കെ.